നമസ്കാരം. നമ്മുടെ പുതിയ UDF സർക്കാർ ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് 3 ദിവസം അവധി വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം, നിങ്ങൾ ചില കുഴപ്പങ്ങളുണ്ട്. ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആർക്കും എതിർപ്പില്ല. സ്ത്രീ അബലയും ചബലയുമാണോ? അങ്ങനെ സൗജന്യ യാത്ര കൊടുക്കാൻ വേണ്ടി മാത്രം എന്താണ് കേരളത്തിലെ സ്ത്രീയുടെ പ്രോബ്ലം? പുരുഷനില്ലാത്ത എന്തോ ഒരു പ്രത്യേകത സ്ത്രീക്കുണ്ട്. അതുകൊണ്ട് സ്ത്രീക്ക് അങ്ങേയറ്റം പരിഗണന കൊടുക്കണം. സ്ത്രീകളെ ചുമ്മാ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം സർക്കാർ ബസ്സിൽ എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം മനസ്സിലായിട്ടില്ല. ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞങ്ങളുടെ കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് KSRTCയിൽ പോകുന്നവരിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ കളക്ടറേറ്റിലൊക്കെ പണിയുള്ള ആളുകളാണ്. എല്ലാവരും നല്ല ശമ്പളം മേടിക്കുന്നവരാണ്. പക്ഷേ ഇവർക്കൊക്കെ എന്തിനാണ് സൗജന്യ യാത്ര എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ VD സതീശൻ സർക്കാർ പറഞ്ഞിരിക്കുന്നു, ആർത്തവ സമയത്ത് പെൺകുട്ടികൾക്ക് വിശ്രമം വേണം, അതുകൊണ്ട് 3 ദിവസം അവധിയാവാം, ആദ്യത്തെ 3 ദിവസം. പക്ഷെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകരുത് ആർത്തവ സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കുന്നത്? മനസ്സിലായില്ല. സ്ത്രീയുടെ ശാരീരിക അവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവം. ആർത്തവത്തെക്കുറിച്ചുള്ള ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട്, ആദ്യമായിട്ട് ആർത്തവമായ പെൺകുട്ടിയെ ദേവിയായിട്ട് ആരാധിക്കുന്ന ഒരു സങ്കല്പമുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം. ആർത്തവം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടി അമ്മയാകുവാനുള്ള വരദാനത്തെ സിദ്ധിക്കലാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഋതുമതിയാകുന്ന പെൺകുട്ടിയെ 16ാമത്തെ ദിവസം പൂജിക്കുന്ന ഒരു ചടങ്ങ് നടത്തുന്നവരാണ് ഹിന്ദുക്കൾ. ആർത്തവം എന്ന് പറയുന്നത് അയോഗ്യതയല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തം, കഫം, മലം, മൂത്രം, ചലം, രക്തം എല്ലാം ഉണ്ട്. ഇത് ഉള്ളിൽ കിടക്കുമ്പോൾ ശുദ്ധാണ്, പുറത്തേക്ക് വന്നാൽ അശുദ്ധാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊന്നും ആർത്തവ സമയത്ത് ഉപയോഗിച്ച പാഡ് തൻ്റെ ഷോക്കേസിൽ കൊണ്ടുപോയിട്ട് വെക്കാറില്ലല്ലോ. എവിടെയാണ് കളയുന്നത്? അത് കത്തിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സംസ്കരിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധമായ ഒരു സംഗതി നമ്മൾ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയോ? അപ്പോൾ അവിടെ ഉള്ളിൽ കിടക്കുമ്പോൾ ശുദ്ധമാണ്, പുറത്തേക്ക് വന്നാൽ അശുദ്ധമാണ്. ഒരു സ്ത്രീക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ, അതായത് ശൗചാലയത്തിൽ പോകേണ്ടി വന്നാലും യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാലൊക്കെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ആണിനും പെണ്ണിനും അതൊരുപാട് സമയം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ആർത്തവത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ? അപ്പോൾ സ്ത്രീക്ക് അതിൽ യാതൊരു നിയന്ത്രണവും പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നന്നായിട്ട് കൂടുന്ന സമയം, സ്ത്രീ മാനസികമായിട്ട് ഒരുപാട് അസ്വസ്ഥമാകുന്ന സമയമാണ് ആർത്തവം. ഈ സമയത്ത് അവൾക്ക് പരിപൂർണ വിശ്രമം ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ആയുർവേദ ശാസ്ത്രം വിധിച്ചിരുന്നു. അവിടെ അവളോട് പൊതുസ്ഥലങ്ങളിലേക്ക് ചെല്ലരുത് എന്നും തീർച്ചയായിട്ടും വിശ്രമിക്കണമെന്നുമായിരുന്നു പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരു 10-30-40 വർഷം മുമ്പ് ഞങ്ങളുടെ എല്ലാം ചെറുപ്പകാലത്ത് അമ്മ ആർത്തവമാകുവാൻ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ദൂരെയായി എന്നാണ് പറയുക. അതായത് ഞങ്ങളുടെ തറവാടിൻ്റെ പിറകിൽ കോലായുണ്ട്, ചണയുടെ പായ വിരിച്ച് അവിടെ ഇരുന്നാൽ മാത്രം മതി. ഈ സമയത്ത് അച്ചമ്മ നല്ല ഫ്രൂട്ട്സുകൾ കൊടുത്തിരുന്നു, ആപ്പിളും മുന്തിരിയൊക്കെ കൊടുത്തിരുന്നു, തവിടരിയുടെ കഞ്ഞി കൊടുത്തിരുന്നു. അപ്പം ഈ ആപ്പിളും മുന്തിരിയൊക്കെ കുറച്ചമ്മ ഞങ്ങൾക്ക് അച്ചമ്മ കാണാതെ തരുമായിരുന്നു. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് അമ്മ ദൂരെയാകുവാൻ ഞങ്ങൾ കാത്തിരുന്നത്. അപ്പോൾ ദൂരെയാകുന്ന അഥവാ ഋതുമതിയാകുന്ന ഒരു സ്ത്രീയെ കൃത്യമായി വിശ്രമം വിധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കാലം മാറി, നമ്മളെല്ലാം അണുകുടുംബങ്ങളായി. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. വീട്ടിൽ 1-2 സ്ത്രീകൾ ചുമ്മാ ഇരുന്നാലും വീട്ടിൽ അത് ബാധിക്കുമായിരുന്നില്ല. അന്ന് തുണിയായിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് പാഡ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആർത്തവ സമയത്ത് വളരെ ശുദ്ധിയോട് കൂടിയിട്ട് അത് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം അമ്പലത്തിൽ പോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഞ്ചശുദ്ധിയാണ് ക്ഷേത്രത്തിൽ പോകുവാനുള്ള പ്രധാനമായ ലക്ഷണം. അതിലൊന്നാണ് ശരീരശുദ്ധി. അപ്പോൾ ശരീരത്തിന് ശുദ്ധി ഉണ്ടാകുമോ? നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ശരീരത്തിന് രക്തം പുറത്തേക്ക് വരുമ്പോൾ. അപ്പം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് രക്തം പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഇപ്പോൾ കാല് മുറിഞ്ഞിട്ട് ചോര ഒലിപ്പിക്കുന്ന ഒരു പുരുഷന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. ആർത്തവ സമയത്ത് സ്ത്രീക്ക് ഒരുപാട് ക്ഷീണമുണ്ട്, ഒരുപാട് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അതുകൊണ്ട് പരിപൂർണ വിശ്രമം വേണം. ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, ക്ഷയത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. അപ്പം അവിടെ ചിന്തകൾ കൃത്യമായിരിക്കണം. നാമം ജപിക്കുവാനുള്ള മാനസികാവസ്ഥ വേണം. നമ്മുടെ മനസ്സ് ശരീരവും പരസ്പര പൂരകങ്ങളാണ്.
ശരീരത്തിനുണ്ടാകുന്ന ഒരു ക്ഷീണം, മനസ്സിനുണ്ടാകുന്ന ക്ഷീണം ശരീരത്തെയും പരസ്പരം ബാധിക്കുന്നതാണ്. അപ്പം പരിപൂർണമായിട്ട് ശാരീരിക വിശ്രമം വേണമെന്ന് ആയുർവേദ ശാസ്ത്രം പറയുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും ആ ഒരു 6 ദിവസം അമ്പലത്തിൽ പോകേണ്ടതില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലെ, ക്രിസ്ത്യാനി ചർച്ചിൽ പോകുന്നത് പോലെ അമ്പലത്തിൽ പോകുവാൻ നമുക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ സർവ്വധർമ്മ സ്വതന്ത്രരാണ്. സനാതനധർമ്മം ഒരിക്കലും ആചാരം ചെയ്യുവാൻ ആരെയും നിർബന്ധിക്കുന്നുമില്ല എന്നറിയണം. പക്ഷേ പലപ്പോഴും കേരളത്തിൽ ഇതിന് ഇരട്ടത്താപ്പ് നമ്മൾ അറിയുന്നു. ശബരിമല, നമ്മുടെ പിണറായി വിജയന്റെ സർക്കാർ യുവതികളെ കയറ്റുവാൻ വേണ്ടി നടത്തിയ പരിശ്രമം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. ജെൻഡർ ഈക്വാലിറ്റി, ആണും പെണ്ണും തുല്യമാണ്, അതുകൊണ്ട് പുരുഷന് കടന്നു ചെല്ലാൻ പറ്റുന്ന എല്ലായിടത്തും യുവതികൾക്ക് കടന്നു ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിൽ ഒരു ശബരിമലയിൽ മാത്രമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിക്കുന്ന കാരണം കൊണ്ട് യുവതികൾ ചെല്ലേണ്ട എന്ന് പറഞ്ഞത്. ബാക്കിയൊരിടത്തും ഈ നിയമവും ഇല്ല. ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾക്കുള്ള ഉത്സവമാണ്, അത് സ്ത്രീകൾ ചെയ്യണം. അപ്പൊ ശാരീരികമായിട്ട് പ്രകൃതിയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പ്രകൃതിക്ക് 2 ഭാവങ്ങളേ ഉള്ളൂ, ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ. ഒന്നില്ലാതെ മറ്റൊന്നില്ല, പരസ്പര പൂരകങ്ങളാണ്, അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അതുകൊണ്ട് ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി ആകാം, ഒരു കുഴപ്പമില്ല. മുസ്ലിം ലീഗിൽ ഒരു സ്ത്രീ ആദ്യമായിട്ട് MLA ആയി, അത് വലിയ വാർത്തയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്ത്രീക്ക് പരിപൂർണമായ വിശ്രമം വിധിച്ച ഒരു കാലഘട്ടത്തിൽ സ്ത്രീയോട് ക്ഷേത്രത്തിൽ പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ വി ഡി സതീശൻ സർക്കാർ പറയുന്നു, നിങ്ങൾ സ്കൂളിൽ വരേണ്ട മക്കളെ, പെൺകുട്ടികൾ സ്കൂളിൽ വരേണ്ടതില്ല, 3 ദിവസം. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്താണ് വേണ്ടത്? അപ്പൊ ഇതെല്ലാം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ ആചാര്യന്മാർ സ്ത്രീയുടെയും പുരുഷന്റെയും സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് ചില പരിമിതികൾ വെച്ചിട്ടുണ്ട്, ചില വ്രതങ്ങൾ വെച്ചിട്ടുണ്ട്. ഋതുമതിയാകുന്ന സമയത്ത് സ്ത്രീക്ക് ചില യാത്രാ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ആചാര്യന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് ഏതൊരു ധർമ്മത്തെയും നിലനിർത്തുന്ന മനുഷ്യന്, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ആരോഗ്യവാന്മാരായിട്ട് ആയുഷ്കാലം ജീവിക്കുവാൻ കഴിയണം. അത് 84 വയസ്സ് വരെയാണ് നമ്മൾ പറയുന്ന 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന ശതാഭിഷേകം. അപ്പോൾ 84 വയസ്സ് വരെ നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ അത് നന്നായിട്ട് ജീവിക്കുവാനുള്ള വഴിയാണ് എന്നുകൂടി അറിയുക. കർക്കിടകത്തിൽ കർക്കിടക ഔഷധ സേവ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് പറഞ്ഞു. അതിന്റെ കാരണം കർക്കിടകത്തിലെ ഒരു മാസത്തെ ഔഷധ സേവയിലൂടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുവാനുള്ള ഒരു കാലയളവായിട്ടാണ് കേരളം അതിനെ പരിഗണിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നവര് നന്ന്, ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ദോഷമുണ്ടാകും. ആർത്തവ സമയത്ത് കൃത്യമായി വെള്ളം കുടിക്കുകയും കൃത്യമായി വിശ്രമിക്കുകയും അധികം ചൂട് കൊള്ളാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീയുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വളർച്ചയെത്തുന്ന, ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുമെന്നുള്ളത് പഴയ നമ്മുടെ അമ്മമാരെയും അമ്മൂമ്മമാരെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സർക്കാരെല്ലാം അത് മനസ്സിലാക്കുവാൻ കുറച്ച് വൈകും എന്നത് സ്വാഭാവികം. നമസ്തേ.